നമസ്കാരം. മാർക്കറ്റ് അതിൻ്റെ 200 DMA ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരമാണ്. ഏകദേശം 3000 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഇതുവരെ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. 26,300 ലെവലിൽ നിന്നും 23,400 ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 3000 പോയിന്റിന്റെ കറക്ഷൻ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ പുതിയ മാർക്കറ്റിലെ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ഏകദേശം 70% പേരും പുതുതായിട്ട് മാർക്കറ്റിൽ വന്നവരാണ്. അവരാരും ഇങ്ങനെയുള്ളൊരു കറക്ഷൻ, അതായത് കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കറക്ഷൻസ് കണ്ടിട്ടുണ്ടാവില്ല. നോർമലി എന്താണ് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കിയാൽ ചെറിയ ചെറിയ കറക്ഷൻസ് 1%, 2%, 4-5% വരെയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിന് വിഭിന്നമായിട്ട് ഏകദേശം 10-12% മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ തീർന്നോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒക്ടോബർ മുതലേ പറയുന്നതാണ് മാർക്കറ്റ് ഏകദേശം ടോപ്പായി കഴിഞ്ഞു. 23,800 എന്ന് പറയുന്നത് ഒരു സാക്രോസാൻറ്റ് ലെവലാണെന്ന് ഒത്തിരിയേറെ തവണ പറഞ്ഞിരുന്നു. ആ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നു. കാരണം 23,800 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അതിനോട് ഏകദേശം അടുത്ത് തന്നെയാണ് 200 DMA വരുന്നത്. അപ്പം ആ ലെവലും ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 200 DMA എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, ട്രേഡറെ സംബന്ധിച്ചും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ലെവലാണ്. ഒരു മാർക്കറ്റ് ബുൾ മാർക്കറ്റ് ആണോ അല്ലെങ്കിൽ ബെയർ മാർക്കറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ടെക്നിക്കൽ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: 200 DMA, 200 ഡേ മൂവിങ് ആവറേജ്. അപ്പോൾ ആ ഒരു ലെവല് നോർമലി ബൗൺസ് ബാക്ക് വരുന്നതാണ്. അവിടെ ഒരു ബൗൺസ് ബാക്ക് വന്നു. നമ്മൾ കഴിഞ്ഞ പാറ്റേൺ, ഒരു മാസത്തെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഒരു തവണ ബൗൺസ് ബാക്ക് ചെയ്തു. രണ്ടാമത്തെ ബൗൺസിൽ സെൽ ഓഫ് ആയി വീണ്ടും തിരിച്ച് ലെവലിൽ വന്ന് ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ് നിൽക്കുന്നത്. കറക്റ്റ് ക്ലാസ് ബുക്ക് പാറ്റേൺ ആണ്. ഇനി ചിലപ്പോൾ ഒന്ന് തിരിച്ച് കയറി ആ ലെവലിൽ ടച്ച് ചെയ്യാം മേലോട്ട്, എന്നിട്ട് താഴോട്ടേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ലെവലെങ്കിൽ ഇങ്ങനെ വന്നു, ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് മേലോട്ട് പോയി, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മേലോട്ട് വന്ന ലെവലിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും താഴോട്ട് പോകണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇത് പ്ലേ ഔട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ മാർക്കറ്റ് കറക്ഷൻസ് വരുമ്പോൾ പുതുതായിട്ട് മാർക്കറ്റിൽ വന്ന ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാവർക്കും, അങ്ങനെ പുതിയതെന്നോ പഴയതെന്നോ ഒന്നും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ പണം ഇട്ടിരിക്കുന്ന എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു 10 ചോദ്യങ്ങൾ, അതിന് ഉത്തരം നൽകാനാണ് എൻ്റെ ഒരു ശ്രമം. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും ഉള്ളതുപോലെ, ഇത് എപ്പോഴാണ് ഈ കറക്ഷൻ ഒന്ന് എൻഡ് ചെയ്യുക? ഇത് തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഇതെന്ന് തിരിച്ചു കയറും എന്നുള്ള ഒരു ചോദ്യം. അതിനുള്ള ഉത്തരം ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. എത്ര നാൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമെന്നോ, എപ്പോൾ റിവേഴ്സൽ നടക്കുമെന്നോ, എത്ര ഡീപ്പായിട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമെന്നോ ഒന്നും ആർക്കും തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ അറുത്ത് മുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർ കള്ളം പറയുകയാണ് എന്നാണ് നമ്മൾ അനുമാനിക്കാൻ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എപ്പോഴും നമ്മൾ പറയാറുള്ളത് ഏണിങ്സിൻ്റെ സ്ലേവ് ആണെന്നാണ് പറയുക. ഏണിങ്സിൻ്റെ സ്ലേവ് ആണ് മാർക്കറ്റ്. ഏണിങ്സ് മോശമാണെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യും, ഏണിങ്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകും. അൾട്ടിമേറ്റ്ലി അതാണ് മാർക്കറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും, പുറമേ നടക്കുന്ന യുദ്ധങ്ങൾ, കോവിഡ് പോലെയുള്ള മഹാമാരികൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ, ഇലക്ഷൻസ്, ഇവയെല്ലാം തന്നെ പെരിഫറലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ലോങ് ടൈമിൽ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻഡെക്സിലുള്ള കമ്പനികൾ പെർഫോം ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ വന്ന റിസൾട്ട്സ് നമുക്ക് അത്ര ശോഭനീയമല്ല. ആദ്യമായിട്ട് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ മാർക്കറ്റിന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കറക്ഷൻസ് തുടങ്ങിയിരിക്കുന്നത്. വിവരമുള്ള ആൾക്കാർ പറയുന്നത്, നോർമലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ whenever there is a dip in earnings, അത് ഒരൊറ്റ ക്വാർട്ടർ കൊണ്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അത് 2, 3, 4 ക്വാർട്ടർ വരെ നീണ്ടു നിൽക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അടുത്ത 6 മാസം കൂടി ഇങ്ങനെയൊക്കെ തന്നെ മാർക്കറ്റ് പോയാലും അതിശയിക്കാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതായത് 200 മൂവിങ് ആവറേജിൻ്റെ താഴെ ഒരു 2-3 മാസം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താൻ അടുത്തൊരു 3 മാസം, അങ്ങനെയാണ് ഒരു 6 മാസം ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരെയും പോകാം, അല്ലെങ്കിൽ നാളെ റിവേഴ്സ് ചെയ്യാം മാർക്കറ്റ്, നമുക്കറിയില്ല. അപ്പോൾ ഇതിനിടയിലുള്ള കളികളാണ് നമ്മൾ കളിച്ചു തീർക്കേണ്ടത്. ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ എന്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഷുഡ് ഐ നീഡ് ടു സെൽ മൈ ഇൻവെസ്റ്റ്മെന്റ് നൗ? ഇതൊരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിനും ഉത്തരം നമുക്ക് പറയാൻ പറ്റും ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനോട് കൃത്യമായ ഉത്തരം നൽകാനായിട്ട് പറ്റൂ. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സ്റ്റോക്സിലും റൈറ്റ് സെക്ടറിലും ഏണിങ്സ് ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ള കമ്പനികളിലുമാണെങ്കിൽ അവയുടെ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ഹോൾഡ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഇതൊരു ട്രേഡിംഗ് ബെറ്റായിട്ട് എടുത്തതാണ്, ഒരാഴ്ചത്തെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കയറിയ സ്റ്റോക്കാണ്, സ്റ്റോക്കിൻ്റെ പേരല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതിന് ഉത്തരം പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഒന്നെങ്കിൽ വിറ്റൊഴിയുക അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. നിങ്ങളൊരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ യു ഹാവ് ടു ഹോൾഡ് ദ സ്റ്റോക്ക്. നിങ്ങൾ ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിത് വിറ്റോട്ടെ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾക്കറിയാം സ്റ്റോക്ക് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ, ഇനി ഞാൻ വാങ്ങണോ അതോ ഉള്ളത് വിൽക്കണോ എന്നുള്ളതിനൊക്കെ ഉള്ള ഉത്തരം നിങ്ങളൊരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതല്ല ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ലെവൽ നോക്കിയിട്ട് ചെയ്യുക. ട്രേഡിങ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ലെവൽസ് ആണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ പാറ്റേൺ ടൂൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ റൂള് വയലേറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക, പ്ലെയിൻ ആൻഡ് സിമ്പിൾ. അവിടെ ഇമോഷൻസിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, കൂടുതലായിട്ട് വാങ്ങിക്കാനുള്ള സമയമാണോ ഇത്? ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ടു ബൈ മോർ? ഇതും ഞാൻ രണ്ടാമത് പറഞ്ഞതിൻ്റെ അതേ ഉത്തരവാണ്. നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അവയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം. കാരണം മാർക്കറ്റ് എത്രത്തോളം ഡീപ്പായിട്ട് കറക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇപ്പോൾ 23,400 അത് ചിലപ്പോൾ 20,400 വരാം, 19,800 വരാം, നമുക്കറിയില്ല. ഓക്കെ, അപ്പം ഏത് ലെവൽ വന്നാലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ആകെ ഉള്ളത്, അതിൽ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എങ്കിൽ ആ 2 ലക്ഷം രൂപ ഏതൊക്കെ ലെവൽസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ലക്ഷം രൂപയും ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് റിവേഴ്സ് ചെയ്താൽ നിങ്ങൾ ഹാപ്പിയായി, നിങ്ങൾ ഒരു ലക്കി പേഴ്സൺ ആണെന്ന് പറയും. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തില്ല, വീണ്ടും ഒരു 4,000 പോയിന്റ്സ് കൂടെ, ഒരു 10-15% കൂടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ലോങ് ഫേസ് ഓഫ് ബെയറിഷ്നെസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പണമില്ലാതെ നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊരു വിഷമം പിടിച്ച ഫേസാണ്. ആ ഫേസ് കടന്നു പോകുക എന്നുള്ളത് ഏതൊരു ഇൻവെസ്റ്റർക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ വരാതെ ഏത് ലെവലിൽ വന്നാലും എൻ്റെ കയ്യിൽ കുറച്ച് പൈസയെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഏത് സ്റ്റോക്കാണ്, ഏത് സെക്ടറാണ് മോർ റെസിലിയൻറ്റ് എന്നുള്ളത്. അതായത് ഈ ഒരു കറക്ഷനിൽ പിടിച്ചു നിൽക്കുന്ന സെക്ടർ, സ്റ്റോക്ക് ഏത്? അത് വളരെ പ്ലെയിൻ ആണ്. നമുക്കൊരു വാച്ച് ലിസ്റ്റ് കാണുമല്ലോ, ഇപ്പം ട്രേഡിംഗ് വ്യൂ ആയാലും സെറോദി ആയാലും എവിടെയായാലും നമുക്ക് സ്റ്റോക്സിൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് കാണും. അപ്പോൾ ആ സ്റ്റോക്കിനെ നമ്മൾ സെക്ടർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ബാങ്ക്സിൻ്റെ സ്റ്റോക്സിനെ എല്ലാം ക്ലബ് ചെയ്യുക, കെമിക്കൽ സ്റ്റോക്സ് ക്ലബ് ചെയ്യുക, ഡിഫൻസ് സ്റ്റോക്ക് ക്ലബ് ചെയ്യുക, റെയിൽവേ സ്റ്റോക്സ് ക്ലബ് ചെയ്യുക. അങ്ങനെ ക്ലബ് ചെയ്തിട്ടിട്ട് എവിടെയൊക്കെയാണോ ഗ്രീൻ ഷൂട്ട്സ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് സെക്ടർ ഏതാണെന്ന് പിടികിട്ടും. അതിൽ തന്നെ സ്ട്രോങ് ആയിട്ട് റിവേഴ്സ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. മാർക്കറ്റ് ഡീപ്പായിട്ട് കറക്റ്റ് ചെയ്യുമ്പോഴും ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ റാലിയിലെ ലീഡേഴ്സ് ആയിരിക്കില്ല പുതിയ റാലിയിലെ ലീഡേഴ്സ്. അപ്പോൾ നമ്മൾ ഡിഫൻസ് സ്റ്റോക്ക് ഒത്തിരി കറക്റ്റ് ചെയ്തു എന്ന് കരുതി അതിന് തിരിച്ചു കയറണമെന്നില്ല അതേപോലെ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സെക്ടോറിയൽ റൊട്ടേഷൻ ഉണ്ടാവും മാർക്കറ്റിൽ. മാർക്കറ്റ് ഏത് സമയത്തും കറക്ഷൻ കഴിഞ്ഞാലും പുതിയ ലീഡേഴ്സ് ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നീട്
ഷുഡ് ഐ റീബാലൻസ് മൈ പോർട്ട്ഫോളിയോ? ഇതൊരു എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. എൻ്റെ കുറേ സ്റ്റോക്സ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഏതൊക്കെ വിൽക്കണം, ഏതൊക്കെ കൂട്ടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതും ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ശരിക്കും ഒരു ഉത്തരവുണ്ട്. നമുക്കറിയാൻ വയ്യാത്ത സ്റ്റോക്കുകളാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് വിറ്റൊഴിയുക. നമുക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ സ്റ്റോക്കിനെ പറ്റി പഠിക്കാനും പഠിച്ചിരിക്കണം, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കൊരു കോൺഫിഡൻസോടുകൂടി സ്റ്റോക്ക് താഴെ പോയാലും ഹോൾഡ് ചെയ്യാനുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പൊതുവെ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സ്റ്റോക്കിൻ്റെ എണ്ണം കൂടുന്നതിൽ യാതൊരു കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള അലൊക്കേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ശരിക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ്, പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 50 സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ 100 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് ദാൻ ഹോൾഡിങ് എ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിൽ ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു, ചാർട്ടൊക്കെ നോക്കി പഠിച്ചു സമയം മെനക്കെട്ട് നമ്മൾ ഇടുന്നത് മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ഞാനതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ 100 കമ്പനികൾ വാങ്ങിച്ചിടുവാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ എ മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി. ഇതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. വളരെ കോറായിട്ടുള്ളൊരു പാട്ടാണിത്. ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ഞാൻ പറയും. അപ്പോൾ പ്രധാനമായിട്ടും എങ്ങനെ റീബാലൻസ് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റോക്കുകൾ, നമുക്കറിയാത്ത സ്റ്റോക്കുകളൊക്കെ, നമുക്ക് റിട്ടേൺ തരാത്ത സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സെല്ല് ചെയ്യുക. അത് ലോസിലാണെങ്കിലും സെല്ല് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ വിന്നേഴ്സിനെ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കറക്ഷൻ ഉണ്ടാകുന്നത്? ഇതിന് എന്തെങ്കിലും ഇസ് ദർ എനി ലാർജർ എക്കണോമിക്കൽ ഇഷ്യൂ, എന്തെങ്കിലും ഫണ്ടമെന്റലി നമ്മൾ അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് വളരെ കുലങ്കഷമായിട്ട് ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കറക്ഷൻസ് വരുമ്പോഴും എന്തുകൊണ്ട് ഈ കറക്ഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഏണിങ്സ് നമ്മുടെ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള PE-യുമായിട്ട് വാല്യുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഒരിക്കലും ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഹൈ വാല്യൂ ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് വരും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് സെബിയൊക്കെ കുറച്ചുകൂടെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. FISനൊക്കെ ഒന്ന് പിടിച്ച് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അത് അത്ര ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് FISന്. അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞില്ല, US-ൻ്റെ ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഞാനൊരു പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർക്ക് പൊതുവെ US-ൽ പലിശ കുറഞ്ഞു വരുന്നു. US-ൽ മാനുഫാക്ചറിങ് സെക്ടർ കുറച്ച് ഒന്ന് പിടിച്ചു കയറി വരാനുള്ള ശ്രമം നടത്തുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ പോളിസി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ എമർജിങ് മാർക്കറ്റ്സിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അത് US-ലേക്കും ജപ്പാനിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഒരു പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. അങ്ങനെ കുറേ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഈ കറക്ഷൻ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു V ഷേപ്പ് കറക്ഷൻ ആൻഡ് റിക്കവറി ആയിരിക്കില്ല. ഇത് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ താഴോട്ട് വരും. ഓരോ ലെവൽസ് ബ്രേക്ക് ചെയ്യുമ്പോഴും നമ്മൾ കരുതും ഇറ്റ് ഈസ് ഗോയിങ് ടു റിവേഴ്സ് ഡയർ, ബട്ട് ഒന്ന് കയറിയിട്ട് താഴേക്ക് വരും. ഇത് ഞാൻ അനുഭവിച്ചതാണ് ഈ ഒരു പെയിൻ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ചാടിക്കയറി വാങ്ങിക്കാതിരിക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം ദ റിവേഴ്സൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ എവിഡൻ്റ് ആണ്. FIS ഒരു 1.5 ലക്ഷം കോടി രൂപയോളം ഇതുവരെ സെല് ചെയ്ത് കഴിഞ്ഞു. FISൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 800 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. അതിലൊരു 500 കോടി ലക്ഷം അത് സെല് ചെയ്യാൻ പറ്റാതെ ലോക്ക്ഡ് ഫണ്ടാണെന്നിരിക്കട്ടെ. എന്നാലും ഒരു 300 ലക്ഷം കോടിയുടെ ഫണ്ട് അവരുടെ കയ്യിലുണ്ട് സെല് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വരുന്ന എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വലിയ തുകയാണ്. ഇപ്പോൾ ഈ സെല്ലിങ് കുറേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവും. അവർ സിപ്പ് സസ്പെൻഡ് ചെയ്യും. മാർക്കറ്റിലേക്ക് വരുന്ന പണത്തിൻ്റെ ലഭ്യത കുറയും. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ സെല്ലിങ്ങിൻ്റെ വ്യാപ്തി, ആ ഒരു
കറക്ഷൻ്റെ വ്യാപ്തി കൂടുതലും താഴേക്ക് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗവൺമെന്റും കുറേയൊക്കെ ഇതിൽ വിജിലൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒരു മേജർ കംപ്ലൈൻ്റ് ആയിരുന്നു ബാങ്ക്സിൽ അവർ വിചാരിക്കുന്ന പോലെ ഫണ്ട്സ് വരുന്നില്ല, FD വരുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഹോൾ ഇൻഡസ്ട്രി, ബാങ്കിങ് സിസ്റ്റം റിലേ ചെയ്യുന്നത് റീറ്റെയിലേഴ്സിൻ്റെ FD ആണ്. ഈ FD ആണ് ഇവരിതെടുത്ത് മറ്റുള്ള വ്യവസായങ്ങൾക്ക്, അംബാനി ആയാലും അദാനി ആയാലും MSC ആയാലും ആർക്കായാലും എല്ലാവർക്കും ലോണായിട്ട് കൊടുക്കുന്നത് ഈ റീറ്റെയിലേഴ്സിന്റെ ഫണ്ട് FD ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫണ്ട് വന്നു കഴിഞ്ഞില്ലെങ്കിൽ അത് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ അതാണ്. FD പിരിക്കുക, അത് 1-2% കൂടിയ പലിശയ്ക്ക് വിറ്റിട്ട് അതിന്റെ പ്രോഫിറ്റാണ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ കടക്കലാണ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ റീറ്റെയിലേഴ്സ് മാർക്കറ്റിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ആ പാറ്റേൺ ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ഗവൺമെന്റിന് അലോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കറക്ഷൻ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല, ബട്ട് ഗവൺമെന്റ് ഈസ് കൈൻഡ് ഓഫ് ഓക്കെ വിത്ത് ദിസ് കറക്ഷൻ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ പണ്ടൊക്കെ ഓർമ്മയുണ്ട്, ഇലക്ഷന്റെ സമയത്തൊക്കെ LIC ഇടപെട്ട് സ്റ്റോക്ക് വാങ്ങിക്കുമായിരുന്നു. പ്രത്യേകിച്ചും BJP ഗവൺമെന്റ് പ്രഷറൈസ് ചെയ്തിട്ട് മാർക്കറ്റ് കൂടുതൽ കറക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഇലക്ഷന് മുമ്പൊക്കെ LIC കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കുമായിരുന്നു ഫണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും മാർക്കറ്റ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഒരു മോഡിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പം പെട്ടെന്നൊരു റിവേഴ്സൽ മാർക്കറ്റിൽ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലെവൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്നാലും നമ്മൾ പറഞ്ഞ ലെവലൊക്കെ വന്നു കഴിഞ്ഞു. 23,800 എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ 26,000 നിന്നപ്പോൾ പറഞ്ഞതാണ്. ആ ലെവലിൽ വന്നു. ഈ 200 DMA നമ്മൾ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. താഴത്തേക്ക് ഇനിയുള്ള ലെവൽസും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 22,500 അത് ബ്രേക്ക് ചെയ്താൽ 20,500 വരാം എന്നൊക്കെയാണ് ഇപ്പോഴുള്ളൊരു അനുമാനം. നമുക്ക് നോക്കാം ഇത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ കരുതി ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക. ബൈ.